ഹലോ എവ്രി വൺ. ഇന്ന് ഇവിടെ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്ന ഡേ ആണ്. അപ്പോൾ എല്ലാവരും അതിൻ്റേതായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് പിന്നെ കളേഴ്സൊക്കെ വാങ്ങിച്ച് ഞങ്ങളുടെ കയ്യിലും ഉണ്ട് ഒരു കളർ. ഇതൊരു ഓറഞ്ച് കളറാണ്. പിന്നെ ഡ്രസ്സ് മിക്കതും വൈറ്റ് ഡ്രസ്സാണ് ഇടുന്നത്, അല്ലെങ്കിൽ അവർ പഴയ ഡ്രസ്സുകളൊക്കെ ആയിരിക്കും. കാരണം കളറൊക്കെ ആയി പിന്നെ മിക്കവാറും അത് കളയുകയായിരിക്കും. അങ്ങനെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ വാട്ട്സ് ഹാപ്പനിങ്. പണ്ട് കാലത്ത് ഈ കളേഴ്സ്, ഈ ആർട്ടിഫിഷ്യൽ കളേഴ്സൊക്കെ ഇല്ലായിരുന്ന സമയത്ത് ആൾക്കാരൊക്കെ ഫ്ലവേഴ്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ കളേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ സോഴ്സ് എടുത്തായിരുന്നു കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം കൂടുതൽ കളേഴ്സൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുമാത്രമല്ല പല എക്യുപ്മെൻറ്റ്സ് ലൈക്ക് വാട്ടർ ഗൺ അല്ലെങ്കിൽ വാട്ടർ ബലൂൺ. അപ്പോൾ നമ്മളിതിലൊക്കെ നടക്കുമ്പോൾ മേലിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും നമ്മുടെ മണ്ടയ്ക്കോട്ടിടാം, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഇന്ന് അവരൊരു സ്പെഷ്യൽ സ്വീറ്റ് ഉണ്ടാക്കും. അതിൻ്റെ പേര് ഗുജിയ. അത് ഉണ്ടാക്കുന്നത് മൈദ ഉപയോഗിച്ചാണ്. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഷേപ്പ്, അതൊരു സെമി സർക്കിൾ ഷേപ്പിൽ ഉണ്ടാക്കി അതിനകത്ത് സ്വീറ്റ്സൊക്കെ ഫില്ല് ചെയ്യും. അങ്ങനെയാണ് അത്. കണ്ടോ, പിള്ളേരൊക്കെ വാട്ടർ ഗണ്ണും ഒക്കെ ഇട്ടാണ് അവർ ഭയങ്കര വെൽ പ്രിപ്പയർഡായിട്ടാണ് വരുന്നത്. കണ്ടോ, അവിടെയൊക്കെ ഓൾറെഡി ആൾക്കാരൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ജ്യൂസ് ഉണ്ടാക്കും. ഇവിടെ പിള്ളേരുടെയിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. AK-47 സൈസിലുള്ള സാധനങ്ങളുമായിട്ടാണ് വരുന്നത്. നമ്മൾ ടോയ്സ് ആണെന്ന് കരുതി നമ്മൾ അതിനെ വെറും ലൈറ്റായിട്ട് എടുക്കരുത്. കാരണം അതിനകത്ത് നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് നമുക്ക് ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യാൻ പറ്റും. കാരണം അത് കുഞ്ഞൊരു ഏരിയയിൽ കൂടെ അത്രയും വെള്ളം വരുമല്ലേ, അപ്പോൾ നമ്മുടെ ബോഡിയിലോട്ട് ഭയങ്കര ഫോഴ്സിലാണ് അത് വരുന്നത്. അപ്പം എല്ലാ പിള്ളേരുടെയിലും പല ടൈപ്പിലും ഷേപ്പിലും ഫോമിലും ഒക്കെ ഉള്ള വാട്ടർ ഗണ്ണും വാട്ടർ ബലൂണും പിന്നെ പെർമനൻറ്റ് കളേഴ്സ്, ഗ്രീസ്. എനിക്ക് തോന്നുന്നു അവർ വെൽ പ്രിപ്പയർഡായിട്ടാണ് പിള്ളേരൊക്കെ വരുന്നത്. പിന്നെ അവിടെ വാട്ടർ ബലൂൺ വെച്ച് എറിയുന്നതൊക്കെ നമുക്ക് കാണാം. ഇത് കണ്ടോ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അറ്റാക്കിംഗ് ആണ്. ഇത് തുടങ്ങിയിട്ട് ജസ്റ്റ് 10 minutes ആയതേ ഉള്ളൂ. പക്ഷേ പിള്ളേരുടെയൊക്കെ ഒരു ഫോം കണ്ടോ, എല്ലാവരും വൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നവരൊക്കെ റെഡും പിങ്കും ഗ്രീനും യെല്ലോ ഒക്കെ ഫോമിലായി കഴിഞ്ഞു. ഇത് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഹായ് പറഞ്ഞു നോക്കാം. കണ്ട് എന്നെ അറ്റാക്ക് ചെയ്യാനാണ് അവൻ നോക്കിയത്. ഓക്കെ, അപ്പോൾ നമുക്കിനിയും ഇവിടെ അവരൊരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹോളി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒരു ഏരിയയുടെ ആവശ്യമൊന്നുമില്ല, കാരണം എവിടെ വെച്ച് കണ്ടാലും നമുക്ക് അറ്റാക്ക് പ്രതീക്ഷിക്കാമെങ്കിലും എല്ലാവർക്കും ഒന്ന് ഗ്യാദർ ചെയ്യാൻ വേണ്ടി അവരൊരു കോമൺ ഏരിയ ചൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ അവർ ഒരു ടേബിളിൽ ഫുൾ കളേഴ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓർഗാനിക് കളേഴ്സാണ്, പെർമനൻ്റ് അല്ലാത്ത കളേഴ്സ്. ഈ ഇവിടെ താമസിക്കുന്നവരെല്ലാം കൂടെ ഫണ്ട് ചെയ്ത് കൊടുത്തതാണിത്. പല കളേഴ്സുണ്ട്, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ. ഇതിനൊക്കെ ഓരോ അർത്ഥങ്ങളുമുണ്ട്. റെഡിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നു ലവ് ആയിരിക്കും. സോ ഞാനിത് ആദ്യം ആർക്കായിരിക്കും കൊടുക്കുന്നത്? ഓഫ് കോഴ്സ് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ബ്രദറിനുമാണ് ഞാൻ ആദ്യം കൊണ്ട് അടിക്കാൻ പോകുന്നത്. എൻ്റെ ബ്രദറിൻ്റെ വൈറ്റ് കളർ ഡ്രസ്സൊന്ന് കളർഫുൾ ആക്കാം അല്ലേ. പിന്നെ ഞാൻ എൻ്റെ മമ്മുക്കുട്ടിക്കും കൊടുത്തു. അങ്ങനെ ഞങ്ങളും ഹോളി സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇത് കണ്ടോ, നടുക്കൊരു റെയിൻ ഫോർമാറ്റിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിലൊക്കെ നിന്ന് കളിക്കാം, പിന്നെ അതിൽ നിന്ന് മണ്ണൊക്കെ എടുത്തെറിയാം. 9 o'clock തൊട്ട് 1 o'clock വരെ ഈ വെള്ളം അതേപോലെ ഓപ്പൺ ആയിരുന്നു. വലിയവരും ചെറിയവരും എല്ലാം അതിൻ്റെ ഇടയ്ക്ക് വന്നിന്ന് ഡാൻസ് കളിക്കുകയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും താഴെ ചെള്ളയാവുമല്ലോ, ചെള്ളക്കകത്തോട്ടിടുകയും പിന്നെ ചെള്ളയെടുത്ത് എറിയുകയും അങ്ങനെ പലതരത്തിലുള്ള ഗെയിംസായിരുന്നു.
ഹോളി എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ മനുഷ്യരും പ്രായഭേദമന്യേ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളർ എറിയുകയും വാട്ടർ ബലൂൺസ് എറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടൈമാണിത്. ചില ഹരിയാനയിൽ മാത്രം കാണപ്പെടുന്ന ഒരു ട്രഡീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങൾ, അതായത് കുറച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ പെണ്ണുങ്ങൾ ഒരു ഷോൾ എടുത്തിങ്ങനെ നന്നായിട്ട് നനയ്ക്കും. എന്നിട്ട് അതിനെ ഇങ്ങനെ ചുരുട്ടി 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 നല്ല ഹാർഡാക്കും. എന്നിട്ട് അവരുടെ ഹസ്ബൻഡ്സിനെയോ അല്ലെങ്കിൽ ഹസ്ബൻഡ്സിൻ്റെ ബ്രദേഴ്സിനെയോ ഒക്കെ ഇങ്ങനെ ഓടിച്ചിട്ടടിക്കും. അവർക്ക് അന്നത്തെ ദിവസം അവരെ അടിക്കാം. അപ്പോൾ ഇത് പറഞ്ഞ ആൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ ദേഷ്യവും അന്ന് അവരോട് തീർക്കാം. അങ്ങനെയാണ്. എന്നുവെച്ചാൽ അവർ നല്ല ഹാർഡായിരിക്കും. അത് ഞാനത് തൊട്ട് വെച്ചാൽ അവരങ്ങനെ ചുരുട്ടി കാണിക്കുമല്ലോ. അപ്പോൾ ഞാനതിങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ ഭയങ്കര ഹാർഡാണ്. നമ്മൾ കമ്പിട്ടടിക്കുന്നതിനെക്കാട്ടിലും ഹാർഡാണ്. എന്നിട്ട് വളഞ്ഞിരിക്കുന്ന കാരണം അവരുടെ മുട്ടിൻ്റെ ചുറ്റിയൊക്കെ അങ്ങ് വരും. അപ്പോൾ അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും അങ്ങനെ ഭയങ്കര പരിപാടികളായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തില്ല. കാരണം നമുക്കറിയില്ലല്ലോ അവർക്കത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഞാൻ അതൊന്നും റെക്കോർഡ് ചെയ്തില്ല. പക്ഷെ അത് നല്ല രസമായിരുന്നു. അതറിയാനും കാണാനും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവർ ഹോളിഡേ ഡേയിൽ ഒരു സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കും. അതായത് മിൽക്ക്, പിന്നെ കൂടുതൽ നട്ട്സ്, അതായത് കാഷ്യൂനട്ട്, ആൽമണ്ട്, അങ്ങനെ പലതരം നട്ടുകളെല്ലാം കൂടെ ചേർത്ത്, പിന്നെ വേറെ എന്താ, പിന്നെ കുറച്ച് സ്വീറ്റ്സ്, കുറച്ച് ഷുഗറോ അല്ലെങ്കിൽ കുറച്ച് ശർക്കരയോ ഒക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. നമ്മളുടെ ഒരു മിൽക്ക് ഷേക്ക് എന്നൊക്കെ പറയാം. പിന്നെ റോസ് വാട്ടർ കിട്ടുവാണെങ്കിൽ റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് ഒരു നല്ല തണുപ്പിച്ച് ഒരു ഉച്ച സമയമൊക്കെ, അതായത് ഈ ഹോളി ഏകദേശം ഒരു പകുതിയൊക്കെ ആകുമ്പോൾ അവരിങ്ങനെ തരും. നല്ലൊരു വൈറ്റ് കളറിലിരിക്കും, അല്ലെങ്കിൽ ചിലതൊക്കെ ഒരു സ്ട്രോബെറി കളറിൽ, ഒരു പിങ്ക് കളറിലിരിക്കും. അത് നല്ല ഒന്നാമത് ഈ വെയിലത്ത് ഇത്രയും കളിച്ചിട്ട് അതൊക്കെ ഓടിക്കാൻ നല്ല ഒരു റിഫ്രഷിങ് പവർ ആ ഒരു ഡ്രിങ്കിന്. അതിന് അവർ പറയുന്ന പേര് താണ്ടായി അങ്ങനെങ്ങാണ്ടാന്ന് തോന്നുന്നു. താണ്ടായി അങ്ങനെങ്ങാണ്ട് അവരതിനെ പറയുന്നത്. പിന്നെ അതുകൂടാതെ സൈഡിൽ കുറച്ച് ആൾക്കാർ വടാപ്പാവും പാവ് ബജിയും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നിവിൻ പോളി പറഞ്ഞ പോലെ സാദിയ ബണ്ണും ചാരും കഴിക്കേ അങ്ങനെ. ഇപ്പം പാവ് ബാജി എവിടെ കണ്ടാലും നിവിൻ പോളി ഓർമ്മ വരുന്നേ. ഈ വാട്ടർ ഗണ്ണുമായിട്ട് വരുന്നവരുടെ വാട്ടറൊക്കെ പെട്ടെന്ന് തീരും. അപ്പോൾ അവിടെ സൈഡിലൊരു ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക് അത് റീഫിൽ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങ് ഓട്ടവും, കുറേ പേര് താഴെ വീഴുന്നു, കുറേ പേരിനെ ആദ്യം കണ്ട ആളല്ല പിന്നെ കാണുന്നത്. കാരണം കളറടിച്ചങ്ങ് ആകെപ്പാടെ അങ്ങ് മാറിയിരിക്കും അവരുടെ ഫേസും ഡ്രസ്സും ഒക്കെ. നമ്മൾ പിന്നെ നോക്കണേ ഇതാ നമുക്കറിയാവുന്ന ആളല്ലേ അങ്ങനെ. പക്ഷെ നല്ല രസമായിരുന്നു. ഭയങ്കര ഒതൻറ്റിക് ആയിരുന്നു. കാരണം എന്തായാലും നമ്മൾ ഓരോ സ്ഥലത്ത് വരുമ്പം അവരുടെ ഫെസ്റ്റിവൽസ് കാണുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിലും കോളേജസിലും ഓഫീസിലും ഒക്കെ ഹോളി സെലിബ്രേറ്റ് ചെയ്യാറുണ്ടെങ്കിലും നമ്മൾ ഇവിടെ കാണുമ്പോൾ അതിൻ്റേതായിട്ടുള്ള, കാരണം അവർ കൊച്ചിലെ തൊട്ട് കളിച്ച് വരുന്നതല്ലേ, അതിൻ്റേതായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ ഓണം നമ്മുടെ നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന അത്രയും രസമായിട്ട് വേറെ എവിടെയെങ്കിലും ചെന്നാൽ നമുക്ക് കാണാൻ പറ്റുമോ? അതുപോലെ ഹോളിയൊക്കെ ഇവിടെ കാണുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഒതൻറ്റിക് പവർ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മൾ ആ ഫെസ്റ്റിവലിൻ്റെ റീജിയനിൽ ചെന്ന് കാണുമ്പോൾ. പരിപാടി ഒരു 9 o'clock സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 1 PM വരെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പല ആൾക്കാർ വരികയും പോവുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു 11:30 to 1 o'clock ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. എസ്പെഷ്യലി വലിയ ആൾക്കാരായിരുന്നു ആ സമയത്ത് വന്നുകൊണ്ടിരുന്നത്. രാവിലെ കൊച്ചു പിള്ളേരെയാണ് നമ്മൾ കണ്ടെങ്കിൽ വലിയ ആൾക്കാർ അവിടെ ഈ റെയിൻ ഫോൾ പോലെ അറേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ മണ്ണായി ചെള്ളയായി കേട്ടോ. എന്നിട്ട് ഈ വലിയ പ്രായമുള്ള അപ്പച്ചന്മാരെയൊക്കെ എടുത്തിട്ട് അതിനകത്തിട്ട് ആ മണ്ണെല്ലാം കൂടെ അവരുടെ മണ്ടയ്ക്കോട്ടിട്ട്, എന്നിട്ട് അവരെ ഇട്ടതല്ലേ അപ്പോൾ അവർ വെറുതെ വിടും. അപ്പം ബാക്കിയുള്ള ആൾക്കാരെ അവർ അങ്ങനെ ഇട്ട് വലിയവരെല്ലാം കൂടെ, എൻ്റെ അമ്മോ ഭയങ്കര രസമായിരുന്നു ഒക്കെ കാണാൻ. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഹോളിയുടെ തലേ ദിവസം, ഇത്തവണ ഹോളിയുടെ മുന്നത്തെ ദിവസം ലൂണാർ എക്ലിപ്സ് ആയിരുന്നു. അത് കാരണമാണ് അതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം അവർ ചെയ്തത്. പക്ഷെ സാധാരണ ഹോളിയുടെ ജസ്റ്റ് ബിഫോർ നൈറ്റ് ആ ഒരു സമയത്ത് അവരിങ്ങനെ ഈ കരിഞ്ഞ ഇലകളും കരിഞ്ഞ കമ്പുകളൊക്കെ ഇങ്ങനെ ഒരു മല പോലെ വെച്ചിട്ട് അവർ തീ കത്തിക്കും.
അപ്പോൾ ഇതൊക്കെയാണ് ഹരിയാനയിലെ ഹോളി സെലിബ്രേഷൻ്റെ കാര്യങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എനിക്ക് പനിയായത് കാരണമാണ് എൻ്റെ വോയിസ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ കൂടെ നിന്ന് ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് ഇത്രയും നേരം കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.